എറണാകുളം മലയിടും തുരുത്തിലെ തർക്കഭൂമിയിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. നിലവിലെ സ്ഥിതിയിൽ കുടിയൊഴിപ്പിക്കൽ സാധ്യമല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. സമരം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രദേശത്തെത്തും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് സർക്കാരിന് തുടക്കത്തിൽ സർക്കാരിനെതിരെ സംസാരിക്കാൻ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി ഇത് മാറുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എങ്കിൽ പോലും പക്ഷേ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. കോടതിയിൽ ഇന്ന് കേസ് വരുന്ന സാഹചര്യമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമം? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഈ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി അതിൻ്റെ ഒരു ഉത്തരവ് നടപ്പാക്കാനുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഒരു അന്തിമഘട്ടം തന്നെ, അതായത് കുടിയൊഴിപ്പിക്കുക എന്ന രീതിയിലേക്കുള്ള നിർദ്ദേശം വന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാർ ഇതിനനുസരിച്ച് ഇപ്പോഴത്തെ അവിടുത്തെ നിലവിലത്തെ സ്ഥിതി സർക്കാർ ഇത് അറിയിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അറിയിപ്പ് കോടതിയെ സമീപിക്കുന്ന ഒരുപക്ഷെ ഇതാദ്യമായിരിക്കാം. ഇതിൽ നിലവിൽ കുടിയൊഴിപ്പിക്കാനുള്ള അവിടുത്തെ ഒരു സ്ഥിതി, പ്രദേശത്ത് വസിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം, കാര്യങ്ങളും അങ്ങനെ വസ്തുനിഷ്ഠമായി തന്നെ ഒരു കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിലവിലൊരു ക്രമസമാധാന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ആ രീതിയിൽ തുടക്കത്തിൽ ഒരു വിശദമായ റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 23-ന് അന്തിമ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് മന്ത്രിതല ചർച്ചകളടക്കം നടത്തിക്കൊണ്ട് നിലവിലെ ഒരു സ്ഥിതിയിൽ പോലീസ് നടപടികളടക്കം അത് അപ്രായോഗികമാണ് എന്നത് ഒരു വിലയിരുത്തൽ കോടതിക്ക് പോലീസ് വക റിപ്പോർട്ട് എല്ലാം തന്നെ നൽകുകയും ചെയ്തു. ഇതിന് ശേഷമാണിപ്പോൾ സർക്കാർ മുന്നോട്ട് വരുന്നത്. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിലവിലെ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന സർക്കാരിനെതിരെ നീങ്ങാനായിട്ട് കിട്ടിയിരിക്കുന്നൊരു ആദ്യ അവസരം എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായി തുടർച്ചയായി പ്രതിപക്ഷ നേതാക്കൾ പലരുമായിട്ട് അവിടേക്ക് സന്ദർശനം നടത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. ഇതിൽ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തു എന്ന വലിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഇപ്പോൾ സർക്കാർ സ്വീകരിച്ച ആ നടപടി നേരത്തെയും സ്വീകരിക്കാമായിരുന്നില്ല, മുൻ സർക്കാരിന് സ്വീകരിക്കാമായിരുന്നില്ല എന്ന ചോദ്യമടക്കം ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കോടതിയെ അറിയിക്കുക എന്നതാണ്. കോടതി ഇനി അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു? കുടിയൊഴിപ്പിക്കലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടേണ്ടതുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. സ്വകാര്യ വ്യക്തിയുമായും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അവിടുത്തെ ഉന്നതിയിലെ കോളനിവാസികൾക്ക് ഉള്ളത്. രഞ്ജിത്ത, അതാണ് സാഹചര്യം. ഏതായാലും ആദ്യ ദിനം മുതൽ സർക്കാർ ഒരുപക്ഷെ അധികാരമേറ്റ രണ്ടാം ദിവസം മുതൽ തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായുള്ള പ്രശ്നമാണ് എങ്കിൽ പോലും ഇപ്പോൾ CPM നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും അവർക്ക് നീതി ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ പരിഗണനയിൽ ഉള്ളൊരു വിഷയമാണ്. അതിൽ കോടതി തീരുമാനം നിർണായകമാണ് താനും. അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഒരുപക്ഷെ കോടതിയുടെ തീരുമാനമൊക്കെ ഇന്നുണ്ടായേക്കാം. കോടതിയിൽ സാവകാശം തേടുക എന്നുള്ള നിലയിലുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.